കന്യാകുമാരി വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ വന്ന് സൂര്യോദയം കണ്ടു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ മഴയായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതുപോലെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ റൂമിൽ പോയി എല്ലാവരും ഒന്ന് റെഡിയായിട്ട് എല്ലായിടവും ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് പേര് ഒന്ന് അമ്പലത്തിലൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ചേട്ടനൊക്കെ കയറി തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ തന്നെ നല്ല അടിപൊളി ഫ്ലവറുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് മേടിക്കണമെന്ന് വിചാരിച്ചു, തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ആളെ അവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മളെ കയ്യിൽ പിള്ളേരുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കാണുമല്ലോ. പിന്നെ അതിനോടുള്ള വില ചോദിപ്പായി, പിന്നെ അതത്ര ഇഷ്ടപ്പെട്ടില്ല ആൾക്ക്, അതുകൊണ്ട് അത് മേടിച്ചില്ല കേട്ടോ. പിന്നെ കടയിലൊക്കെ കയറി എല്ലാം ഒന്ന് കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നാട്ടിൽ നിന്നൊരു കോള് പറഞ്ഞത്. അപ്പം ഞങ്ങളുടെ ഈ യാത്രയിൽ പങ്കെടുക്കേണ്ട ഒരാളായിരുന്നു കേട്ടോ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ മൂത്ത മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്നും എനിക്ക് വാങ്ങിച്ചു തരണമെന്ന്. കുറേ നാളുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ വന്ന പാടെ അവൾ അതങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത ആളെ കയ്യിരിക്കുന്ന കണ്ടപ്പോഴേ എൻ്റെ ഇളയ പുത്രി അടിയായി. പിന്നെ ഒരു യുദ്ധത്തിന് ശേഷം അവൾക്കും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങ് ബീച്ചിലോട്ട് വന്നു. അപ്പം അമ്പലത്തിൽ പോയവർ വന്നിട്ട് ഞങ്ങൾ വന്ന ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് നല്ല വെയിലായിരുന്നു, നല്ല അടിപൊളി വെയിലായിരുന്നു. പക്ഷെ കാറ്റുള്ളതുകൊണ്ടൊന്നും അത്ര വെയിൽ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ കുറേ നേരം അവിടെ നടന്നു. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട കന്യാകുമാരിയിലെ ഒരു സ്ഥലമാണല്ലോ ഈ വിവേകാനന്ദ പാറ. പക്ഷേ ഇവിടെ പോകണമെങ്കിൽ നമ്മൾ രാവിലെ ക്യൂ നിന്നാലേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് എത്തുള്ളൂ കേട്ടോ. അതിരി ക്യൂ. അമ്പലത്തിൽ പോയവരെ കാത്ത് ഞങ്ങൾ കുറേ നേരം ഇവിടെ വന്നിരുന്നു കേട്ടോ. നല്ല അടിപൊളി കാറ്റായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം ഇരുന്നതിന് ശേഷം അവരെ വിളിച്ചപ്പോൾ അവരിറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേട്ടോ എൻ്റെ തനൂസിനൊരു പാട്ട് വന്നത്. ഇപ്പോൾ ഈ പാടുന്ന പാട്ട് ഏതാണെന്നല്ലേ, കൊച്ചുപൂമ്പാറ്റ എന്നുള്ള പാട്ടാട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ കടയിലൊക്കെ ഒന്ന് കറങ്ങി. അതിനുശേഷം കുറച്ച് സാധനമൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശപ്പായപ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. കഴിക്കാൻ ഇരുന്നപ്പോഴാണ് കേട്ടോ ആലോചിച്ചത് ഇങ്ങോട്ട് കയറണ്ടായിരുന്നെന്ന്. ഇത്ര റൈസാണ് അവർ തരുന്നത്, ഇതിൽ കൂടുതൽ കറികളുമില്ല കേട്ടോ. അതിന് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു ശകലം റൈസ് ചോദിച്ചിട്ട് അവർ തന്നില്ല. എക്സ്ട്രാ 65 രൂപ കൊടുത്താൽ മാത്രമേ അവർ ആ റൈസ് തരുവോളം എന്നാണ് പറഞ്ഞത്. ഈ ഹോട്ടലിൽ സത്യത്തിൽ കന്യാകുമാരി ആര് വന്നാലും കയറി കഴിക്കില്ല. ഊണിൻ്റെ റേറ്റ് 120 രൂപയാണ് കേട്ടോ. ഞങ്ങൾ 12 പേരാണ് അവിടെ നിന്ന് കഴിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളെ റൂമിൽ വന്നു കേട്ടോ. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ഇതാണ് കേട്ടോ. ഇവിടുത്തെ അവസ്ഥ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇനി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലോട്ടാട്ടോ പോണത്. അവിടെ നിന്ന് 4 മണിക്ക് ട്രെയിനുണ്ട്. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കുളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര കടലായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 മണിക്കുള്ള ട്രെയിൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് സ്ട്രെയിറ്റ് കന്യാകുമാരിയിൽ നിന്ന് നേരെ ഇനി ബാലരാമപുരത്ത് ഇറങ്ങാം. മറ്റേത് നമുക്ക് നാഗർകോവിലിൽ നിന്നായിരിക്കും ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് എളുപ്പം. പിന്നെ പിള്ളേർ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബാലരാമപുരത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി